Dear friends, I am the Managing Director of IES Kollam, MP ശശിധരൻ. നമ്മൾ ഒരു 35 വർഷത്തിലധികമായി കുട്ടികളെ ട്രെയിൻ ചെയ്ത് ബാങ്ക് ഓഫീസേഴ്സ്, ഇൻഷുറൻസ്, സ്റ്റാഫ് സെലക്ഷൻ, ഇങ്ങനെ കുറേ സെക്ടറുകളിലേക്ക്, പബ്ലിക് സെക്ടറിലേക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്ത് അവർക്ക് സെലക്ഷൻ വേണ്ടുന്ന എല്ലാ ഹെൽപ്പുകളും ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. എവിടെയായാലും ഏത് ഓഫീസിലായാലും ഞങ്ങളുടെ ഒരാളെങ്കിലും ഇല്ലാത്തൊരു ഓഫീസ് കാണുകയില്ല. അതാണ് ഞങ്ങളുടെ സക്സസിൻ്റെ ഏറ്റവും പ്രധാനം. അവരാണ് നമ്മുടെ അംബാസിഡേഴ്സ്, എപ്പോഴും നമ്മുടെ സ്ഥാപനത്തിൻ്റെ അംബാസിഡേഴ്സ്. ഞാൻ പ്രധാനമായിട്ട് പറയാൻ വന്ന പബ്ലിക് സെക്ടർ ജോബാണ്. നമ്മൾ 2021 ആകുമ്പം ഡിഗ്രി കഴിയുമ്പം രണ്ട് കൺഫ്യൂഷനാണ്. നമ്മൾ ഹയർ സ്റ്റഡീസിന് പോകണോ, വേറെ ജോബ് വേണോ? അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് ചോദിച്ചാൽ ഞാൻ പറയും ഹയർ സ്റ്റഡീസ് വേണ്ടെന്നല്ല പറഞ്ഞത്. ഹയർ സ്റ്റഡീസ് നമ്മളുടെ പ്ലാനിങ്ങാണ്. പ്ലാനിങ് നമുക്ക് റിസർച്ച് വേണം, ടീച്ചിങ് വേണം, നമ്മുടെ ഓപ്ഷൻസ് നോക്കണം. നമ്മൾ അത്തരം ഓപ്ഷൻസിലേക്ക് വളരെ ഡെഡിക്കേറ്റഡായിട്ട് പോകാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും എന്ത് വേണം, ഹയർ സ്റ്റഡീസ് തന്നെ ചൂസ് ചെയ്യണം. അല്ല, എനിക്കൊരു ജോബ് മതി, ഗ്രാജുവേഷൻ എന്ന് പറയുമ്പോൾ സിവിൽ സർവീസ് പോലും കിട്ടുന്നതിന് അത് മതി. ഗ്രാജുവേഷൻ കഴിഞ്ഞ ഒരാളിന് സിവിൽ സർവീസ് കിട്ടും, അതിൻ്റെ എലിജിബിലിറ്റി അത്രയേ ഉള്ളൂ. അപ്പോൾ ഏത് നല്ല ജോബായാലും നമുക്ക് ഗ്രാജുവേഷൻ കൊണ്ട് അറ്റൈൻ ചെയ്യാം, അക്വയർ ചെയ്യാം. അപ്പോൾ അത് ഒരു ആഗ്രഹമാണ്. ജോബ് എന്നുള്ളൊരു ടാർഗറ്റ് ആണെങ്കിൽ നമ്മളെന്ത് വേണം, എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ വളരെ യങ്ങായിരിക്കുമ്പം നല്ലൊരു പോസ്റ്റിലേക്ക് കയറാൻ വേണ്ടിയുള്ള പ്ലാനിങ് ആയിരിക്കണം. അതിനകത്ത് പബ്ലിക് സെക്ടർ എന്ന് പറയുമ്പോൾ ഒന്ന് നിറഞ്ഞു നിൽക്കുന്നത് ബാങ്ക് തന്നെയാണ്, ഒരു സംശയവും വേണ്ട. അപ്പോൾ ഏറ്റവും കൂടുതൽ റെഗുലർ റിക്രൂട്ട്മെൻ്റ് ഉള്ളത്, എല്ലാ വർഷവും റിക്രൂട്ട്മെൻ്റ് ഉള്ളത്, റിക്രൂട്ട്മെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നാൽ പെട്ടെന്ന് തന്നെ എക്സാം നടക്കും, സെലക്ഷൻ നടക്കും, ഇൻ്റർവ്യൂ നടക്കും, ഫൈനൽ സെലക്ഷനും ആവും, അപ്പോയിൻമെൻറ്റും ആവും. ഇപ്പോൾ സെക്രട്ടേറിയറ്റൊക്കെ നമ്മൾ കാണാറുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടാണ് അവിടെ റാങ്ക് ലിസ്റ്റ് വന്നാലും ഫൈനൽ സെലക്ഷനിലേക്ക് എത്തിപ്പെടാൻ. അപ്പോൾ അതൊക്കെ നമുക്ക് വളരെ വൈകിയായാലും പറ്റുന്നുള്ളൂ. 35-36 ഇയേഴ്സ് വരെയൊക്കെ നമുക്ക് എഴുതാം. ഇതെന്ന് പറയുമ്പോൾ 28-30 മുമ്പ് പബ്ലിക് സെക്ടർ ജോബ്. ഇപ്പോൾ ഡിഗ്രി കഴിയുന്ന ഒരാൾ ഏറ്റവും അംബീഷ്യസ് ആയിട്ട് പ്ലാൻ ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. അതിനകത്ത് ബാങ്കിങ് ഫസ്റ്റ് ഫ്രണ്ടിൽ തന്നെ വരും, സെക്കൻഡ് വരുമ്പോഴേക്ക് ഇൻഷുറൻസ് വരും, തേർഡ് വരുമ്പോഴേക്ക് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ വരും. ഇതെല്ലാം ഒരു കോമൺ പ്രിപ്പറേഷനേ ഉള്ളൂ, അല്ലാതെ ഓരോന്നിനും സെപ്പറേറ്റ് പ്രിപ്പറേഷൻ ഒന്നും വേണ്ട. ബാങ്ക് എന്ന് പറയുമ്പോൾ ഹയർ ലെവലാണ്. ഹയർ ലെവൽ പ്രിപ്പറേഷൻ വരുമ്പോൾ എല്ലാത്തിനും നമുക്കത് പറ്റും. ഹയർ ലെവൽ പ്രിപ്പറേഷൻ നടത്തിയിട്ട് ഓരോന്നിനും എന്തെങ്കിലും അഡീഷൻസ് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. അപ്പം നമ്മുടെ സ്ഥാപനം ആ ടൈപ്പ് ഓഫ് ട്രെയിനിങ് ആണ്. ഒരു ഓവറോൾ എബിലിറ്റി നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു ട്രെയിനിങ് ആണ്. ഏത് എക്സാം എഴുതാൻ പോയാലും മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ്, ജനറൽ നോളജ്, ഇത് 4 ഉള്ളൂ. ജനറൽ നോളജ് തന്നെ കറണ്ട് അഫേഴ്സ് വേറെ വരും, പിന്നെ ജനറൽ നോളജ്, സ്റ്റാഫ് സെലക്ഷൻ നോക്കുമ്പോൾ ജനറൽ നോളജിന് കൂടുതൽ വരും. ബാങ്കെല്ലാം കറണ്ട് അഫേഴ്സാണ്. അപ്പോൾ ഓരോന്നും എങ്ങനെ കവർ ചെയ്യണം, പ്രോപ്പർ വേയിൽ എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം, അത് മാത്രം ആലോചിച്ചാൽ മതി. നമ്മുടെ മനസ്സിലെ ആഗ്രഹമാണ്, അതെത്ര തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നു അതാണ് നമ്മളെ ഫുൾഫിൽ ചെയ്യുന്നത്, അതാണ് നമ്മളെ എത്തിക്കുന്നത്. ഒരാളിനും ഒരു വീക്ക്നെസ്സും ഒരു കാര്യത്തിലും ഉണ്ടാവത്തില്ല. നമ്മളെല്ലാം ബേസ് ഫോർമേഷനെല്ലാം ഒരുവിധം നടത്തിയാണ് നമ്മൾ സ്കൂളിങ് കഴിയുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അത്യാവശ്യം മെച്യൂരിറ്റിയായി. പിന്നെ നമുക്ക് വേണ്ടുന്നത് നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പ്ലാനിങ് ആണ്, പ്രോഗ്രാമാണ്, അത് ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണ്. അത് സിസ്റ്റമാറ്റിക്കായിട്ട് അച്ചീവ് ചെയ്യുക. നമുക്ക് ടൈമിനകം ജോബ് ആവുക. 21-22 ഒരു ജോബ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും സ്വപ്നമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തിട്ട് ആ രീതിയിലൊരു പ്രവർത്തനം, ഒരു 6 months ആണ് പ്രോഗ്രാമെങ്കിലും നമ്മൾ 1 year 1.5 years നമ്മുടെ സെൻറ്റർ നിങ്ങൾക്ക് എല്ലാ ഹെൽപ്പും ചെയ്തു തരും. നിങ്ങൾക്കൊരു പ്രോപ്പർ പേഴ്സണായിട്ട്, ഒരു പ്രോപ്പർ പബ്ലിക് സെക്ടർ എംപ്ലോയി ആയിട്ട് മാറ്റാൻ പിന്നെന്താ വേണ്ടത്? തീർച്ചയായിട്ടും നിങ്ങൾ IESലേക്ക് സ്വാഗതം. താങ്ക് യു.